മെമ്മറി. ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പല്ലിശ്ശേരി, ഇതുവരെ ഇല്ലാത്ത ഒരു മെമ്മറി കാർഡ് വിവാദമാണ് ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി, അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർന്നു വരുന്നത്. ഇങ്ങനെ ഒരു മെമ്മറി കാർഡിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു കേട്ടതായി എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായി താങ്കളെപ്പോലെ, താങ്കൾ ഈ സിനിമയുടെ ഉള്ളറകളിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണോ? ഇങ്ങനെ ആളാണല്ലോ. ഇങ്ങനെ ഒരു മെമ്മറി കാർഡോ, അത് കുക്കു പരമേശ്വരൻ സൂക്ഷിച്ചു, പിന്നെ അതിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം താങ്കൾക്ക് അറിയാമായിരുന്നോ? എന്താണ് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? മെമ്മറി കാർഡ് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ മെമ്മറി കാർഡ് വേറെ ചില ആൾക്കാർ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇവര് വിളിച്ച് ഇത് റെക്കോർഡ് ചെയ്തേണ്ട പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇവര് വിചാരിച്ച ചില ആൾക്കാരെ കുറിച്ച് ആ മെമ്മറി കാർഡിൽ സാധനം കിട്ടിയിട്ടില്ല. കിട്ടിയത് വേറെ ആയിരുന്നു. അപ്പൊ ഇതിപ്പോ ഇലക്ഷന് മൂടി വെക്കാൻ വേണ്ടി നിന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ചില ആൾക്കാരെ. അത്രയും കാര്യങ്ങൾ എനിക്കറിയാവുന്നത്. പക്ഷെ ഇവര് വിചാരിച്ച ആളെ കുറിച്ച് കിട്ടിയിട്ടില്ല. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഹേമ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു യോഗം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മയിലെ വനിതാ താരങ്ങൾ അങ്ങനെ ഒരു യോഗം വിളിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം, അത് ഔദ്യോഗികമായി ചേർന്ന യോഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിൽ ഇത്ര രഹസ്യമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, അതിലേക്കൊക്കെ എങ്ങനെ പോയി എന്നൊരു കൗതുകം ഉണ്ട്. അത് മീട്ടു ഉള്ള സമയത്താണ് മറ്റേ ഹേമ കമ്മിറ്റി ഒന്നും ഒന്നുണ്ടായില്ല. ആ മീട്ടു സമയത്ത് ഇവർ കുറച്ച് പേര് കാരണം അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയില്ല. അപ്പൊ അവർ കൂടി ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളത്. ആ തുറന്നു പറയണം വിളിക്കുമ്പോ അതൊരു ഔദ്യോഗികമായി കൂടിയ യോഗമായിരുന്നു അതോ അനൗപചാരികമായി ഇവരുടെ ഔദ്യോഗികമായി കൂടിയ യോഗമായിരുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഔദ്യോഗികമാണെങ്കിൽ മറ്റു പല നടികളെയും വിളിക്കണ്ടേ. ഇത് ആകെ ഒരു 5 or 10 പേര് മാത്രമല്ല അവർ കൂടിയിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി ആരും കൂടിയിട്ടുണ്ടായിട്ടില്ലോ. അപ്പൊ ഇത് അവർക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു. ഇത് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും, അതല്ലെങ്കിൽ അവർ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു. അവരെ കുറിച്ച് ഇവര് ആരെങ്കിലും പറയും, അത് ഷൂട്ട് ചെയ്തേക്കാന്ന് അവരെ മനസ്സിലായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തില് അനൂപ് ചന്ദ്രൻ ഇപ്പൊ അൻസിബയ്ക്കെതിരെയുള്ള ആരോപണം ഇതിന്റെ തുടർച്ച തന്നെയാണത്. പക്ഷെ അനൂപ് ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങള് അനൂപ് ചന്ദ്രനെ ശരിക്കും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അനൂപ് ചന്ദ്രൻ യഥാർത്ഥ പേര് പറയേണ്ടി വരും. അനൂപ് ചന്ദ്രൻ അല്ല ഇതിന്റെ മാത്രമല്ല അതിന്റെ പുറകില് അത് ചില വമ്പന്മാരുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിതായിട്ട് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് ശരിക്കും. ഇപ്പോൾ കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തി ആരെയോ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ആ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട ആളെങ്കിലും ഇത് പറയാതെ ഇതൊക്കെ ആരോപണത്തിനപ്പുറത്തേക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? നമുക്ക് ഭീഷണിപ്പെടുത്തുമോ നമുക്ക് അറിയില്ല. കാരണം അറിയാത്ത കാര്യം അതെ, അതാ ഞാൻ അങ്ങനെ തന്നെ കോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോ ശ്രീമതി ഉഷയൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരറിഞ്ഞത്, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് അവരറിഞ്ഞതെന്നാണ് പറയുന്നത്. അത് പക്ഷേ ഈ ആരോപണത്തിനപ്പുറം അതിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണമെങ്കിൽ ആ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട ആളെങ്കിലും പറയണ്ടേ? പക്ഷെ ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാല് ഒന്നാമത് നമ്മൾ ഈ സിനിമയാണ്. സിനിമയില് എന്ന് പറയുമ്പോൾ ആ ഒരു ആളെ നശിപ്പിക്കാൻ പറ്റുമോ സംഘടന? 2-3 പേര് വിചാരിച്ചാൽ ഇപ്പൊ തന്നെ ആലോചിക്കും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്താണ് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ദേവനാണ് ജയിക്കേണ്ടതെന്ന്. പരസ്യമായിട്ട് ഞാൻ മാധ്യമം പറഞ്ഞിട്ടുള്ളത് ദേവനാണ് ജയിക്കേണ്ടതെന്ന് പറയുന്ന കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദേവനെ തോൽപ്പിക്കാൻ വേണ്ടി വലിയൊരു ടീമാണത്. പക്ഷെ എന്നാലും ദേവൻ ജയിക്കുമെന്ന് തന്നെയാണ് ഈ ഇപ്പോൾ സർവേ കൂട്ടുന്നത്. അതിനുവേണ്ടി ബാബുരാജ് രാജിവെക്കാൻ കാരണം എന്താ? ബാബുരാജ് രാജിവെക്കുന്നത് വേറെ ഭീഷണികൾ വരെ ഉണ്ടായിട്ടുള്ളതാണത്. ഇവരുടെ സംഘടനയിൽ ഞാൻ ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. നമുക്കിപ്പോ അമ്മ വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് തകരരുതെന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ നിയമവും നൈതികതയും രണ്ടാണല്ലോ. ധാർമ്മികമായി ചില സമയത്ത് നമ്മൾ നിയമം മാറി നിൽക്കുമ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ബാബുരാജിനെതിരെ ഇത്രയും കേസുകളൊക്കെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ മത്സരിക്കുന്നത് ശരിയല്ല എന്നൊരു ധാർമ്മികമായൊരു പോയിന്റ് ഉയർത്തിയാൽ അതിന് നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ പറ്റും? ഈ ധാർമ്മികത ആരാണ് തീരുമാനിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തീരുമാനിക്കണം. ഇന്ന ആൾക്കാർ നിൽക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറില്ലേ? ഇപ്പൊ ദിലീപ് മത്സരിക്കുന്നുണ്ടോ? സിദ്ദിഖ് മത്സരിക്കുന്നുണ്ടോ? ഇടവേള ബാബു മത്സരിക്കുന്നുണ്ടോ? മുകേഷ് മത്സരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്താ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അപ്പൊ ആ തീരുമാനം എടുക്കാതെ എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇയാൾ ജോയിന്റ് സെക്രട്ടറിയായിട്ട് വന്ന എങ്ങനെയാ? ആ ജോയിന്റ് സെക്രട്ടറിയായിട്ട് വരുമ്പോൾ തന്നെ അയാളുടെ പേരിൽ നിറയെ കേസുകൾ ഉണ്ടായിരുന്നില്ലേ? ആ കേസുകൾ നിലവിലുള്ളപ്പോൾ തന്നെയല്ലേ ഇയാൾ ജോയിന്റ് സെക്രട്ടറിയായിട്ട് വന്നത്? അപ്പൊ എന്തുകൊണ്ട് അവർ അന്ന് തീർത്തില്ല?
ഇപ്പൊ മാത്രം ഈ അവസാന നിമിഷത്തിൽ മാത്രം എതിർക്കാനുള്ള കാരണം എന്താ? അപ്പൊ ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളുണ്ട്, താല്പര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബാബുരാജ് എന്റെ നല്ല ഫ്രണ്ടൊന്നുമല്ല, ഞാൻ അങ്ങനെയല്ല. പക്ഷെ ബാബുരാജ് ഒരിക്കലും കൂടി ജയിച്ചു വന്നാൽ ഈ സംഘടനയിൽ ശക്തമായ പിടിപാട് ഈ ബാബുരാജിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഇതിപ്പോ ബാക്ക് ഡ്രൈവ് പിന്നിൽ നിന്നുള്ള ഡ്രൈവ് ചെയ്യാനുള്ള പരിപാടിയല്ലേ. ഇപ്പൊ ശേതമാനം വന്നാൽ ശേതമാനം തന്നെ നല്ല അടിയാണോ ഒക്കെ തന്നെയാണത്. ശേതമാനം തനിച്ചൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇവരെ പോലെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഒന്നും പ്രവർത്തിക്കാനും പറ്റില്ല ആരായാലും. അതൊക്കെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയും? എനിക്ക് പറയാൻ പറ്റും. ഞാനല്ലേ പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, സ്ത്രീകൾ അധികാരത്തിൽ വരുമ്പോ ഏത് കാലത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഇതൊക്കെ. എന്ന് പറയാം, സ്ത്രീകൾ അധികാരത്തിൽ കയറുമ്പോൾ നല്ല പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയുടെ കാര്യത്തില് മത്സരത്തിൽ ദേവനും ശ്വേതാമാനും മത്സരിക്കുമ്പോൾ വരേണ്ടത് ദേവനാണെന്ന് പറഞ്ഞു. ശ്വേതാമാൻ അടിയാണ്, അവർ ബോംബെയിലാണുള്ളത്. ഇത്രയും വർഷം അവർ ചെയ്തിട്ടുള്ളതാണ്. ശ്രീവിരുദ്ധല്ല, ശ്രീവിരുദ്ധിയാണെങ്കിൽ ഇപ്പോ ജയിച്ചു കഴിഞ്ഞിരുന്നു. കുക്കു പരിചയുണ്ട്. ഇതും വേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു സംഘടനയുടെ ലെവലിലുള്ളത്. ഇപ്പൊ തന്നെ നോക്കൂ, 10 കോടി താഴെ അവർ അടയ്ക്കണ്ടേ? എന്തുകൊണ്ട് ഇത്രയും കോടികൾ രൂപ അവർ അടയ്ക്കായിരുന്നു? ഈ GST അടയ്ക്കാത്ത കാര്യങ്ങൾ അവർ എപ്പോഴും കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടോ? കമ്മിറ്റിയിൽ പറയാതെ മൂടി വെച്ചത് എന്തിന്? ഇതെന്താ അതെന്താ ചോദിക്കാത്തെന്താ? ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല അവർക്ക്. അത് വേറൊരു കാര്യം തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകളെ ഞാൻ എന്നും റെസ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല, എന്റെ ഇത്രയും കാലം മാധ്യമ ജീവിതത്തിനിടയിൽ ഞാൻ ഏതെങ്കിലും സ്ത്രീ മോശമായിട്ടും ശരി, ഇപ്പൊ ഈ കുക്കു പരമേശ്വരനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരികയും ഒരു മെമ്മറി കാർഡ് ആരോപണം, ബ്ലാക്ക്മെയിൽ ആരോപണം ഒക്കെ ഉയർന്നു വരുന്നതിന്റെ പിന്നിൽ എന്താണെന്ന്, അതും ഒരു ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണോ താങ്കൾ കരുതുന്നത്? ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പറയാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല. അത് കാരണം അമ്മയുടെ പ്രശ്നങ്ങളാണ്. അമ്മയിൽ ഇത്രയും സ്ത്രീകൾ ഉള്ളപ്പോൾ 5 10 സ്ത്രീകൾ മാത്രം കൂടിയിരുന്നുകൊണ്ട് ഉണ്ടാക്കിയ സംഭവം ഞാനത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് കേട്ട കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ചില ആൾക്കാർ എല്ലാവരും ഭയം നിൽക്കണം എന്തിനാ? അപ്പൊ നമ്മൾ ഇത് ഉണ്ടെങ്കിൽ കാണിക്കണം, തുറന്ന് പറയണം. പലരും പേടിച്ചു നിൽക്കല്ലേ. ഇതിപ്പോ ആരാണ് പറയേണ്ടത്? അതാണ് സംശയം. അതായത് ശ്രീമതി പൊന്നമ്മ ബാബു സംസാരിക്കുന്നു, ശ്രീമതി ഉഷ സംസാരിക്കുന്നു. ശരി, ഇതല്ലാതെ ഇത് മറ്റാരും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. അപ്പൊ അത് കേട്ട ഭാവം നടിക്കുന്നില്ല എന്ന് പറയുമ്പോ അതിനർത്ഥം എന്താ? അവർക്കാർക്കും പറയാൻ ധൈര്യമില്ല എന്നുള്ളതല്ലേ? അവരാരൊക്കെ പേടിക്കുന്നു എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ അങ്ങനെയും ആവാം, അത് അവഗണിച്ചു കളയുന്നതും ആവാമല്ലോ. അവഗണിക്കാനാവില്ല. എന്താ പറയാ, ഇവിടെ ഓരോ ഗ്രൂപ്പുകളുണ്ട്. ചില ആൾക്കാർ നിൽക്കുമ്പോൾ പേടിയാണ്. എന്തും ചെയ്യാൻ ഉള്ള ആൾക്കാർ ആ സംഘടനയിലുണ്ട്. എന്തും ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. കുക്കു അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണോ? എനിക്കത് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. അല്ലെങ്കിൽ പിന്നെ കുക്കുവിനെതിരെ പറയുന്നതിന് എന്തിനാണ് ഭയക്കേണ്ടത്? അല്ല, ഞാൻ കേട്ടെ, ഈ കുക്കുവിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തും കിട്ടില്ല. അതറിയാലോ, ഞാൻ ഈ വർഷങ്ങളായിട്ട് ഈ തൊഴിൽ കൂട്ടണത്തിലാണത്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുക്കു അല്ല, മോഹൻലാലല്ല, ഗണേഷ് ആരായാലും ഞാൻ പറഞ്ഞിരിക്കും. അറിയാത്ത കാര്യം ഞാൻ പറയില്ല. അപ്പൊ എന്തായാലും ഈ വിവാദത്തിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന വിശ്വാസക്കാരാണ് ഞാൻ. ശരി, എന്തായാലും അതിന് തെളിവുകൾ കൂടി വേണ്ടിവരും. ഇങ്ങനെ ഒരു യോഗം നടന്നപ്പോൾ ആരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു, ആ യോഗത്തിൽ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ, അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ അത് എപ്പോൾ ആർക്ക് കൈമാറി, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇതൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ്. വളരെ നന്ദി ശ്രീ പല്ലിശ്ശേരി ഞങ്ങളോട് സംസാരിച്ചതിന്.